ഒറ്റയടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് മായാവി എന്നെ ഒന്ന് കറക്കാൻ കൊണ്ടുപോയി. മായ വിളിച്ചിട്ട് പറഞ്ഞു ടൗണിൽ പോവാം, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. വൈനോട്ട്, ഞാൻ കൂടെ പോയി. അങ്ങനെ ടൗണിൽ ചെന്നു. ഫസ്റ്റ് തന്നെ ഫോട്ടോയുടെ കുറച്ച് കോപ്പി എടുക്കാനുണ്ടായിരുന്നു. അത് കയറി സ്റ്റുഡിയോയിൽ പോയി എടുത്തു. ഞാൻ പുറത്ത് നിന്നോട്ടെ, ഞാൻ തൊട്ടില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയായിരുന്നു ബാങ്കിൽ കയറി പുതിയ അക്കൗണ്ട് എടുക്കാനാണെന്ന് പറഞ്ഞത്. പുതിയ അക്കൗണ്ടൊക്കെ എടുത്തു. അതിനിച്ചിരി താമസം എടുത്തു. ഫില്ല് ചെയ്ത് കൊടുക്കലും കാര്യങ്ങൾക്കൊക്കെ ഒരു 3/4 മണിക്കൂർ നിന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് രക്ഷയില്ലായിരുന്നു. ഉറക്കം വന്ന് തൂങ്ങുമായിരുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം സെറ്റാക്കി കിട്ടി. ഞങ്ങൾ നേരെ തുണിക്കടയിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. തുണിക്കടയിൽ പോയാൽ പിന്നെ ചേച്ചിമാർ മായയുടെ പുറത്തൊന്നും ഇറങ്ങത്തില്ല. അയ്യോ ഒരു ചിരി വന്നേന്ന് പറഞ്ഞുകൊണ്ട് മായയുടെ അടുത്തുനിന്ന് ഭയങ്കര കമ്പനി എല്ലാ ചേച്ചിമാരും. പിന്നെ മായ സ്ഥിരം എവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത്, റെഡിമെയ്ഡായാലും മെറ്റീരിയലാണെങ്കിലും എല്ലാം അവിടെ നിന്ന് എടുക്കണേ. അതുകൊണ്ട് അവിടെ എല്ലാവരുമായിട്ടും കമ്പനിയാണ്. അത് കഴിയുമ്പോൾ തൊട്ട് താഴെ തന്നെ സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട്. ആ കടയുടെ തൊട്ട് താഴെ തന്നെ അവിടെ തന്നെയാണ് തയ്ക്കാൻ കൊടുക്കുന്നത്. ആ ചേച്ചിമാരായിട്ടും കമ്പനിയാണ്. ചെന്ന വഴി അറിയാം. അപ്പോൾ ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് അവരത് തയ്ച്ച് വെച്ചേക്കും. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ കൊടുത്തു. കുറേ നാളായി തോന്നുന്നു അളവ് കൊടുത്തിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് പോകേണ്ട ദൂരം ഉണ്ടെങ്കിൽ വേണ്ടി ഞങ്ങൾ നടന്നങ്ങ് പോയി. പെഡിക്യൂർ ചെയ്യാനുണ്ടായിരുന്നു, തലയിൽ കളർ ചെയ്യാനുണ്ടായിരുന്നു. ഇത് രണ്ടും ചെയ്യാനായിരുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെഡിക്യൂർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോഷൂട്ടും എൻ്റെ ഓണത്തിൻ്റെ സ്പെഷ്യലല്ലേ, അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് ചെയ്യണമെന്നും പറഞ്ഞ് അത് ചെയ്തു. അതിന് ഇച്ചിരി സമയം എടുത്തു. ഞങ്ങൾ ഇച്ചിരി വൈകി കയറി ചെന്നു. അപ്പോൾ ഞാൻ കൊച്ചിനെ സ്കൂളിൽ നിന്ന് നേരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് പോരുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും സന്ധ്യയാവും. കൊച്ചു ചെല്ലുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പയ്യെ അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയത്. അപ്പോൾ അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ആൾ നല്ല കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റായിട്ടിരിക്കും.